ഞെട്ടിക്കൽ ബിരിയാണി ആവശ്യപ്പെട്ട് ഞെട്ടിക്കൽ ബിരിയാണി ഇപ്പോഴത്തെ ട്രെൻഡാണ്. പക്ഷെ ആ ഒരു ട്രെൻഡ് ഇവിടെ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണ് അല്ലേ? ഭക്ഷണം കൊണ്ടേക്കാൻ ഇട്ട് കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യുക, അടി നെട്ടിക്കുക, മുമ്പിലുള്ള ആളെ അണ്ട് നെട്ടുക. ഇവിടെ ഈ നെട്ടിക്കൽ ഭക്ഷണത്തിന്റെ ഈ ഒരു സംഭവത്തില് ഭക്ഷണം ഇവിടെ പുറത്തേക്ക് പോയി. പക്ഷെ സുഹൃത്തോട് പറയുന്നുണ്ട് ഇത് പുളിച്ച ഭക്ഷണമാണ് എന്നുള്ളത്. പുളിച്ച ഭക്ഷണമായാലും ശരി, അല്ലാത്ത ഭക്ഷണമായാലും ശരി, ഭക്ഷണം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പുളിച്ച ഭക്ഷണം വരെ കഴിക്കേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം പുളിച്ച ഭക്ഷണം വരെ എടുത്തുകൊണ്ട് കഴിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാം? വിശപ്പിന്റെ വേദന അത്രത്തോളം ആയത് കാരണം കൊണ്ടാണ്. അതൊക്കെ ജീവിതത്തിൽ ഒരു വട്ടം ഭക്ഷണം കിട്ടാതെ വിശപ്പിന്റെ വേദന എന്താണ് എന്നുള്ള കാര്യം ഒരു വട്ടം ജീവിതത്തിൽ പഠിച്ചവനാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തമാശക്കാരും ശരി, കാര്യത്തിലായാലും ശരി, ഈ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഒരിക്കലും കളിക്കൂല. അത് ഭക്ഷണം കേടായ ഭക്ഷണമായാലും ശരി, കേട് അല്ലാത്ത ഭക്ഷണമായാലും ശരി. കാരണം ഭക്ഷണം ഉള്ളത് കാരണം കൊണ്ടാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ജീവിച്ചു ഇവിടെ പോണത്. ഒരു ഭക്ഷണം കിട്ടാതാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഭക്ഷണം കിട്ടാതെ മരിച്ചേക്കാൾ അവിടെ പോകില്ലേ? ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ എത്ര വലിയ അലാക്കിലെ ഭക്ഷണമാണ് മുമ്പിൽ കിട്ടുന്നത് എന്നുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തോന്നില്ല. ആ സമയത്ത് വെള്ളം തന്നെ വേണം. അതേമാതിരി വിശന്ന് നിൽക്കുന്ന ഒരു സമയത്ത് വെള്ളം എടുത്തുകൊണ്ട് കുടിച്ചിക്കണേ എന്ന് കരുതിയിട്ട് നമ്മളെ വിശപ്പിന്റെ ആ ഒരു വേദനയോട് പോകില്ല. ആ സമയത്ത് ഭക്ഷണം തന്നെ കിട്ടണം. വിശ നിൽക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് കുടിച്ചാലേ വേറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വരുള്ളൂ. പക്ഷെ നമ്മളെ വയറേ നിറയൂല. അനുഭവത്തിൽ പറയുന്നതാണ്. ഒരുപാട് തവണകളെ ഭക്ഷണം കിട്ടാതെ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ അനുഭവത്തിൽ പറയുന്നതാണ്. പുളിച്ചതായിക്കോട്ടെ പുളിക്കാത്തതായിക്കോട്ടെ ഒരു കാരണവശാലും ഏതൊരാളും ഭക്ഷണം കൊണ്ട് കളിക്കാതെ കളിച്ചോ ഇന്നലെ എന്നുണ്ടെങ്കിൽ നാളെ ആ കളിച്ചതിനുള്ള മറുപടി നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും. അതിനുള്ള ഗതി നിങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാതിരിക്കുക. ഉണ്ടാക്കി കഴിഞ്ഞാൽ വിശപ്പിന്റെ വേദനകളെ സഹിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടാണ്.